ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മാറുന്ന രാശിമാറ്റം 1199 മേടമാസം 18-ാം തീയതി, അതായത് 2024 മെയ് മാസം 1-ാം തീയതി ബുധനാഴ്ച 17 നാഴികയും 10 വിനാഴികയും മാതൃഭൂമി പഞ്ചാംഗ പ്രകാരം 17 നാഴികയും 10 വിനാഴികയും ശരിയായ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ബുധനാഴ്ച പകല് 5 മണി 2 മിനിറ്റാണ് തിരുവോണ നക്ഷത്രത്തിൽ വരുന്നത്. തിരുവോണ നക്ഷത്രത്തിൽ തൃതീയ കൃഷ്ണപക്ഷ പറഞ്ഞ കറുത്ത വെളുത്ത വാവ് കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ ദിവസമായിട്ടുള്ള തൃതീയ പാദത്തിൽ കൃഷ്ണപക്ഷ അഷ്ടമിയിൽ പുലികരണവും ശുഭനാമ നിത്യയോഗവും കൂടിയ മകരക്കൂറിൽ, തിരുവോണ നക്ഷത്രം മകരക്കൂറാണ്. മകരക്കൂറിൽ കന്നി ലഗ്ന സമുച്ചയത്തിൽ, കന്നി ലഗ്നം പറഞ്ഞു പറയുമ്പോൾ ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം കന്നി ലഗ്നമാണ്. ആ കന്നി ലഗ്നത്തിലാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് പകരുന്നതാണ് മാറുന്നത്. ഇടവ രാശി പ്രകാരം വ്യാഴം ഭാഗ്യസ്ഥാനമായ 9 നിൽക്കുന്നു. അതായത് കന്നി ലഗ്നത്തിൻ പ്രകാരം, കന്നി രാശിയുടെ പ്രകാരം, കന്നി ലഗ്നത്തിന്റെ പ്രകാരം 9-ാം ഭാവത്തിൽ അവിടെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ കന്നി ലഗ്നത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു, 5-ൽ ചന്ദ്രൻ, 6-ൽ ശനി, 7-ൽ ചൊവ്വ, ബുധൻ, രാഹു, 8-ൽ സൂര്യൻ, ശുക്രൻ, 9-ൽ വ്യാഴൻ. 9-ാം ഭാവത്തിൽ, ലഗ്നത്തിന്റെ 9-ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് വളരെ ശുഭകരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യാഴത്തിന്റെ രാശിമാറ്റം ഒരു ഗുണകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്, വളരെ ശ്രേഷ്ഠമാണ് എന്നുള്ളത് പറയുന്നത്. ആ വ്യാഴൻ 9-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ എല്ലാ ദോഷത്തിനും പരിഹാരമായി വ്യാഴം, അതായത് ഒരു ലഗ്നത്തിൻ്റെ ആയാലും ഏത് രാശിൻ്റെ ആയാലും ലഗ്നത്തിൻ്റെ 9-ാം ഭാവത്തിൽ, രാശിയുടെ 9-ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ എല്ലാറ്റിനും പരിഹാരമായി എന്നുള്ളതാണ് പറയുന്നത്. ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ലഗ്നാധിപൻ, കന്നി ലഗ്നത്തിന്റെ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനമായ മിഥുനൻ രാശി, കർമ്മസ്ഥാനം മിഥുനൻ രാശിയും കൂടി ഏറ്റെടുത്തുകൊണ്ട് 7-ാം ഭാവത്തിൽ മീനൻ രാശി, മത്സ്യരാശി മീനൻ രാശിയിൽ നീചത്തിലാണ് നിൽക്കുന്നത്. അതായത് മീനൻ രാശി ബുധന് നീചരാശിയാണ്, നീചത്തിൽ നിൽക്കുകയാണ്. എന്നിരുന്നാലും നീചഭംഗ രാജയോഗത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. ആ നീചഭംഗ രാജയോഗത്തോടുകൂടി നിൽക്കുകയാണെങ്കിലും അവിടെ യോഗം ചേർന്ന് നിൽക്കുന്നത് രാഹുവിനോടൊപ്പവും ചൊവ്വയോടൊപ്പവും. രാഹു സർപ്പമാണ്. ആ സർപ്പത്തിൻ്റെ ഒപ്പവും അഷ്ടമാധിപനും 3-ാം ഭാവം, ലഗ്നത്തിൻ്റെ 3-ാം ഭാവാധിപനും അഷ്ടമാധിപനുമായിട്ട് ചൊവ്വൻ്റെ കൂടെയാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, ബുധൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ അഷ്ടമാധിപൻ്റെ കൂടെ ഏത് ഗ്രഹം നിന്നാലും ഏത് ഭാവത്ത് നിന്നാലും ആ ഭാവത്തിന് ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം ഫലങ്ങളെല്ലാം കുറച്ച് പ്രയാസപ്പെട്ടവരെ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ വ്യയാധിപനായിട്ടുള്ള 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ്. സൂര്യൻ ഗവൺമെൻറ് കാരകനാണ്, രാജകാരകനാണ്, മന്ത്രികാരകനാണ്, രാജ്യം ഭരിക്കുന്ന ആളുടെ കാരകനാണ്. ആ കാരകത്വം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യൻ 8-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ദോഷമാണ്. അതായത് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർക്കും അതുപോലെ ആ മേലാധിത്യം വഹിക്കുന്ന MLA തൊട്ട് പ്രധാനമന്ത്രി വരെക്കുള്ള സാക്ഷ്യം വഹിക്കുന്ന മന്ത്രിമാരായാലും MP-മാരായാലും അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുകളോട് കൂടിയിട്ടുള്ള ഒരു ഫലങ്ങളായിരിക്കും വരുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓടൊപ്പം തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്നത് സൂര്യൻ്റെയോടൊപ്പം തന്നെ ശുക്രനും കൂടിയാണ്. ശുക്രനും കൂടി നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ശുക്രൻ 2-ാം ഭാവാധിപൻ 9-ാം ഭാവം. ശുക്രൻ സ്ത്രീകാരകനാണ്, വാഹനകാരകനാണ്. അപ്പോൾ സ്ത്രീകൾക്കെല്ലാം വിഷമം പിടിച്ചുള്ള ഒരു സമയമായിരിക്കും ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടുകൂടി വരുന്നത് എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് അപമാനം വരിക, സ്ത്രീകൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക, സ്ത്രീകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരിക, അങ്ങനെയുള്ളത്. വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കൂടുതലായിട്ട് വരിക, വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കൂടുതലായിട്ട് വരിക, പലയിടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ 9-ൽ വ്യാഴം നിൽക്കുന്നത് കാരണം അതിനെല്ലാം ചെറുത്ത് നിൽക്കാനുള്ള ഒരു പവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രക്ഷകനായിട്ട് 9-ൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ട് ഫലം വരുന്നുണ്ട് നമുക്ക് നോക്കാം. ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശിമാറ്റം 10-ാം ഭാവത്തിൽ, ഇതുവരെ 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം ഇടവൻ രാശിയിലേക്ക് വരുമ്പോൾ അത് 10-ാം ഭാവമായിട്ട് മാറുന്നുണ്ട്. ചിങ്ങൻ രാശിയുടെ 10-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. അത് 10-ാം ഭാവത്തിലേക്ക് വരുന്നത് അത്ര ഉചിതപരമായിട്ടുള്ള ഇതല്ല, അതായത് അനുകൂലമല്ല എന്നാണ് പറയുന്നത്. വ്യാഴം അനുകൂലമാണോ ചോദിച്ചു പറഞ്ഞാൽ അല്ല.
10-ാം ഭാവം കണ്ടക വ്യാഴനായിട്ടാണ് പറയുന്നത്. 10-ാം ഭാവം കണ്ടക വ്യാഴനായ കാരണം കൊണ്ട് തന്നെ ചിങ്ങൻ രാശി പറയുമ്പോൾ ഉത്തരത്തിൻ്റെ ആദ്യത്തെ ആയില്യം, മകം പൂര ഉത്തരം. ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകം പൂര ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേർന്ന് ചിങ്ങപ്പൂർ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 10-ാം ഭാവത്തിലുള്ള വ്യാഴൻ തൊഴിൽ സംബന്ധമായിട്ടുള്ള കർമ്മസ്ഥാനമായിട്ടുള്ള സ്ഥാനമാണ് 10-ാം ഭാവം. അത് കാരണം തൊഴിൽ സംബന്ധമായിട്ടുള്ള അതിൽ ചിങ്ങൻ രാശിക്കാർ വളരെ ശ്രദ്ധാപൂർണ്ണമായിട്ടിരിക്കണം എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമായിട്ടുള്ള തൊഴിൽ സ്ഥാന ഭ്രംശം, തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, തൊഴിൽ ഭീതി, തൊഴിൽ പരാജയങ്ങൾ, ബിസിനസ് പരാജയങ്ങൾ, ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം കുറച്ച് ഡിമ്മ് വരാനുള്ള സാധ്യത. അതുപോലെ തന്നെ തൊഴിലിൽ പലവിധ പ്രശ്നങ്ങൾ വരിക, അതായത് നമ്മൾ ചെയ്യുന്ന ഓരോരോ വർക്കുകളിലും മിസ്റ്റേക്കുകൾ വരിക, തെറ്റുകുറ്റങ്ങൾ വരിക. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ കണക്കിൽ പിഴവ് വരിക, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരിക. അതുപോലെ അങ്ങനെയുള്ള ഓരോരോ മേഖലകളിലും കർമ്മസംബന്ധമായിട്ട് വാഹനമായാലും ശരി, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ളതാണ് ശരി, IT മേഖലയാണ് ശരി, അങ്ങനെ എല്ലാ മേഖലകളിലും പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യുന്ന തൊഴിലിനെയാണ് ഈ 10-ാം ഭാവത്തിൽ വ്യാഴൻ ബാധിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നമ്മൾക്ക് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് 10-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴമാണ് എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് തൊഴിലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒന്നുകൂടെ നമ്മൾ ചെയ്ത വർക്ക് ശരിയാണോ എന്ന് ഒന്നുകൂടി പരിശോധിച്ച് എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കുക, അത് അവസാനിപ്പിക്കുക എന്ന് പറയുന്നത്. അതുപോലെ പ്രത്യേകം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ച് പറഞ്ഞാൽ ധനസംബന്ധമായിട്ട്, അതായത് ഫൈനാൻസ് സംബന്ധമായിട്ട്, ആഭരണ സംബന്ധമായിട്ട്, അതുപോലെ തന്നെ ഡയമണ്ട് സംബന്ധമായിട്ടുള്ള ഇതിൽ, അതുപോലെ തന്നെ സ്വർണ്ണ സംബന്ധമായിട്ടുള്ള സ്വർണ്ണാഭരണ സംബന്ധമായിട്ടുള്ള എല്ലാ മേഖലയിലും, ധനസംബന്ധമായിട്ടുള്ള മേഖലകളിലും, അതുപോലെ തന്നെ വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്ന അവർ, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവരും, വാക്കുകളാൽ പ്രവർത്തിക്കുന്ന വർക്കുകളിലുള്ളവരും, കണക്ക് സംബന്ധമായിട്ടുള്ള ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള ഇതിൽ ബാങ്ക് അക്കൗണ്ട് സെക്ഷൻ തൊട്ട് അക്കൗണ്ട് സെക്ഷൻ തൊട്ട് ആ അക്കൗണ്ട് സെക്ഷനിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ധനകാരകനും കുടുംബകാരകനും ആഭരണകാരകനും എല്ലാം ആയിട്ടുള്ള വ്യാഴത്തിൻ്റെ അഭാവം നിങ്ങളെ കുറച്ചൊരു ബുദ്ധിമുട്ടുകളിൽ വരുത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മേഖലകളിൽ പെട്ടിരിക്കുന്നവർ പ്രത്യേക ശ്രദ്ധ ശ്രദ്ധിക്കണം. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ശരി, ബിസിനസ് നടത്തുന്നവരാണ് ശരി, അതിലെല്ലാം ദോഷാനുഭവങ്ങൾ വന്ന് ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുടുംബ പാരാബ്ദങ്ങൾ, കുടുംബ സംബന്ധമായിട്ടുള്ള പാരാബ്ദങ്ങൾ, കുടുംബത്തിൻ്റെ തലവനായിട്ടുള്ള കുടുംബനാഥന് കുടുംബത്തിൽ കൈകാര്യം ചെയ്യുന്നത് ചില പിഴവ് പറ്റുക, കുടുംബം മറിച്ച് പറഞ്ഞാൽ അവനവൻ്റെ കുടുംബത്തിൽ എന്ത് പിഴവേറ്റാണ് ചോദിച്ചു പറഞ്ഞാൽ അവനവൻ ചെയ്യുന്ന ചില പ്രവൃത്തികൾ മൂലം അത് ദോഷകരമായിട്ട് വരുന്നതാണ് പറയുന്നത്. അത് പൊതുവെ ശ്രദ്ധിക്കുക. എല്ലാറ്റിനും പരിഹാരം നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. ദിവസേന കാലത്തെണ്ണീറ്റ് ഭക്തിയോടെ വിളക്ക് കൊളുത്തി, അങ്ങനെയുള്ള ശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഒരു ചുരുങ്ങിയതൊരു 10-15 മിനിറ്റോ 20 മിനിറ്റെങ്കിലും വേണമെന്നുള്ളതാണ്. 10-15 മിനിറ്റ് പറ്റുകയാണെങ്കിൽ 20 മിനിറ്റ് പാരായണം ചെയ്യുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാട്, നമ്മളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക. മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, മഹാവിഷ്ണു മന്ത്രം സ്തോത്രം ചൊല്ലുക, വിഷ്ണുനാമ സഹസ്രനാമം ചൊല്ലുക എന്നിവയൊക്കെയാണ് പരിഹാരമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ 10-ാം ഭാവത്തിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള അതിൽ എന്തൊക്കെ മേഖലകളിലാണ് ഞാൻ എടുത്തു പറഞ്ഞു. അങ്ങനെയുള്ള മേഖലകളിലുള്ളവരാണ് പൊതുവെ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് പറയുന്നത്. പുതിയ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കരുത്. പുതിയ ബിസിനസ് തുടങ്ങി വയ്ക്കുകയാണെങ്കിൽ തന്നെ ജാതകം പരിശോധിക്കണം. പ്രശ്നവശാൽ ജാതകം പരിശോധിച്ചാൽ മാത്രം നമ്മുടെ പ്രശ്നത്തിൽ ഇപ്പോൾ അഭാവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ തെറ്റുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങൾ കിടക്കുന്നുണ്ടോ എന്നെല്ലാം പരിശോധിച്ചിട്ട് വേണം പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും പുതിയ മേഖലകളിൽ പോയേ തീരൂ എന്നുള്ള. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള യാത്രകൾ കൊണ്ടുണ്ട്, പലവിധ ദൂരയാത്രകൾ കൊണ്ടെല്ലാം തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള, അതായത് കാര്യം സാധിക്കാനും ബിസിനസ് നടക്കാനും വേണ്ടിയിട്ടുള്ള യാത്രകൾ, അത് വിദേശ യാത്രയായാലും ശരി ദൂരദേശ യാത്രയായാലും ശരി, അങ്ങനെയുള്ള യാത്രകൾ കൊണ്ടെല്ലാം പരാജയങ്ങളുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അങ്ങനെ പോകാനായിട്ട് അത് പോയേ തീരുള്ളൂ എന്ന് ചിന്തിക്കുന്നവരെല്ലാം
ജാതകം പരിശോധിക്കണം. പ്രശ്നവശാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നമ്മുടെ ഇപ്പോൾ നടപ്പുകാലത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നതിനെ പരിശോധിക്കും. ജാതക പരിശോധനയിലും അതുപോലെ തന്നെ ജാതക പരിശോധനയിലും ദൂരദേശ യാത്ര, വിദേശ യാത്ര അങ്ങനെയെല്ലാം നിർബന്ധമായിട്ടും പോകണമെന്ന് തീരുമാനിക്കുന്നവരെ ഞാൻ പറഞ്ഞ മാതിരി എല്ലാം ഒന്ന് പരിശോധിച്ച് ജാതകം പ്രശ്നപ്രകാരം അങ്ങനെയുള്ള തന്നെ തടസ്സങ്ങളെല്ലാം ഉണ്ടോ എന്നെല്ലാം പരിശോധിച്ചിട്ട് ചെയ്യുന്നതാണ്. എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നതാണ്, എന്തിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ വിളിക്കാം, അഭിപ്രായം നേടാം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊതുവെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. മറ്റുള്ള കാര്യങ്ങളിൽ, അതായത് വന്നിട്ട് ഭവന നിർമ്മാണം, പുതിയ വാഹനം വാങ്ങിക്കുക, പുതിയ ഭവനം നിർമ്മിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു കുഴപ്പമില്ല. കർമ്മസംബന്ധമായിട്ടുള്ള മേഖലകളിൽ, ധനസംബന്ധമായിട്ടുള്ള മേഖലകളിൽ ധനവരവിന് ചിലപ്പോൾ ചെറുതായിട്ട് ബാധിക്കും എന്നൊക്കെയുണ്ട്. അതിന് ഞാൻ പറഞ്ഞ പരിഹാരങ്ങളും മറ്റുള്ളതൊക്കെ പറഞ്ഞു. ധനലാഭം, അതായത് നമ്മൾ ചെയ്യുന്ന തൊഴിലിന് ധനലാഭം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ധനലാഭം കിട്ടാനുള്ള സാഹചര്യം ഇത്തിരി കുറവായിരിക്കും. പക്ഷേ എന്നിരുന്നാലും വരവുണ്ടാവും, ധനലാഭം ഉണ്ടാവും, വരവുണ്ടാവും, തൊഴിൽ വരവുണ്ടാവും. നമ്മൾ ചെയ്യുന്ന തൊഴിലിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് വന്നു ചേരും. പക്ഷെ വർധനവ് ഉണ്ടാവാൻ സാധ്യത കുറവ്. അങ്ങനെയല്ല, വർധനവ് ഉണ്ടായെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങളെല്ലാം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. തൊഴിൽ സ്തംഭനം വരാതെ ശ്രദ്ധിക്കുക. തൊഴിൽ സ്തംഭനം എന്ന് വെച്ച് പറഞ്ഞാൽ തൊഴിൽ തീരെ ഇല്ലാതെ വരുന്ന ഘട്ടങ്ങളിലേക്കാണ് ഞാൻ എന്നെമാതിരി പ്രശ്നപരിഹാരം കണ്ട്, പ്രശ്നത്തിലൂടെ പരിഹാരം കണ്ട്, ജാതകത്തിൽ സമയദോഷമാണ് എന്നുണ്ടെങ്കിൽ, പ്രശ്നത്തിന് സമയദോഷമാണെന്നുണ്ടെങ്കിൽ ഇത് അനുഭവിച്ചേ മതിയാവുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതിനുള്ള പ്രതിവിധി ശരിക്കും എല്ലാ വ്യാഴാഴ്ചയും ഞാൻ പറയുന്നത് ലളിത സഹസ്രനാമജപം അല്ലെങ്കിൽ മഹാവിഷ്ണുവിൽ മഞ്ഞപ്പെട്ട് തുളസിമാല പാൽപ്പായസം നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ട്. രണ്ടിലും സമയദോഷമാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം ചെയ്തിട്ടില്ലെങ്കിൽ തൊഴിൽ സ്തംഭനം, ബിസിനസ് നഷ്ടപ്പെടുക, തൊഴിൽ നഷ്ടപ്പെടുക, ബിസിനസ് നിർത്തിപ്പോണ്ടി വരിക എന്നിവയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാൻ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് ചിങ്ങൻ രാശിക്കാർ പൊതുവെ ശ്രദ്ധിക്കുക. അത് കാരണം ഉദ്ദിഷ്ട കാര്യം നടന്നേ തീരൂ എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ജാതകം നോക്കി, ജാതകത്തിൽ സമയദോഷമാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജാതകത്തിൽ ഗുണപരമായിട്ട് സമയമാണ് പോയിക്കൊണ്ടെങ്കിൽ പ്രശ്ന പരിഹാരം വെച്ച് നോക്കുക, അതിലൂടെ പരിഹാരം നടത്തും.